അപ്പോൾ നിവിൻ പോളിയുടെ ഫ്ലാറ്റിൽ നമ്മൾ ഓർഡർ എടുക്കാൻ വന്ന് അങ്ങനെ കൊച്ചിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുന്ന് ലുലു മാളിൽ നിന്ന് ഓർഡർ അടിക്കുന്നത്. ഞാൻ റെസ്റ്റോറൻറ്റ് തപ്പി പോരെ റെസ്റ്റോറൻറ്റ് കാണുന്നില്ല. ഇവിടെ പുതിയ തുടങ്ങിയാണ്. 15ാമത്തെ ഓർഡർ അടിച്ചത് ഒബ്രോ മാളിലാണ് കേട്ടോ. 5302. ഹായ്, അങ്ങനെ കൊല്ലത്ത് നിന്ന് ടൊമാറ്റോ ഇടാൻ ഇവിടെ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. എറണാകുളത്ത് എത്തിയിട്ട് ആദ്യത്തെ ഫുൾ വീഡിയോ ആണ്, ഫുൾ ഡേ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ അടിച്ചത്. ഓർഡർ ഓക്കെ, റൂമിൽ ഇരുന്നപ്പോൾ തന്നെ ഓർഡർ അടിക്കും. ഇത് ചെറിയ ഓർഡറാണ്, 36 രൂപയുടെ ചെറിയ ഓർഡറാണ്. ഇപ്പോൾ എടുക്കട്ടെ, എല്ലാം റെഡിയായിരുന്നു. ഓണാക്കുമ്പോൾ തന്നെ അടിച്ച് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തെ ഒരു ദിവസത്തെ ഫുൾ വീഡിയോ ആണ്. ഫുൾ കാഴ്ചകൾ എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും, അതേപോലെ എറണാകുളത്തെ കാഴ്ചകളും പിന്നെ ഇൻസെൻറ്റീവും. കൊല്ലത്തേക്കാൾ ഷോ ആണ് കേട്ടോ ഇവിടെ ഇൻസെൻറ്റീവ്. ഇവിടെ ഇങ്ങനെ ഫുൾ ഓടിയാൽ എത്ര രൂപ കിട്ടുമെന്നൊക്കെ ഇന്നത്തെ നമുക്ക് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ റൂമൊക്കെ ചെറിയ സെറ്റപ്പാണ്. ഞാൻ സിംഗിൾ റൂമാണ് എടുത്തത്. അവിടെ ടോയ്ലറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട്. വേറെ റൂം തൽക്കാലത്തിലേക്ക് തന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യത്തെ ഓർഡർ എടുക്കാൻ പോവാണ്. 11 മണിയായിട്ടാണ് ഞാൻ ഇത് ബുക്ക് ചെയ്തേക്കുന്നത്. ഉച്ചയ്ക്ക് 11 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ്. ഇവിടെ 11 മണിയായിട്ട് ഇന്ന് നല്ല മൂടൽ ഒരു ക്ലൈമറ്റാണ് കേട്ടോ. വെയിലൊന്നുമില്ല, അതുകൊണ്ട് നമ്മളെ പോലുള്ളവർക്ക് നല്ലതായി ഇങ്ങനത്തെ കാലാവസ്ഥ, മൂടി കിടക്കുന്ന കാലാവസ്ഥ. ഇപ്പോൾ ഏത് റെസ്റ്റോറൻറ്റിലേക്കും എനിക്ക് മാപ്പിട്ട് പോകേണ്ടി വരും, കാരണം ഒന്നും അറിയത്തില്ലല്ലോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അതുപോലെ ഏതെങ്കിലും വഴി ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് റെസ്റ്റോറൻറ്റ് വരാനും ഭയങ്കര പാടാണ്. ഇവിടെ എങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് കൊടുത്തേക്കുന്നത്? റെസ്റ്റോറൻറ്റ് പേര് നോക്കട്ടെ. സൂപ്പർ ബേക്കർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫുഡ് ഓൾറെഡി റെഡിയായിരിക്കുകയാണ്. എവിടെ? സൂപ്പർ ബേക്കർ കിട്ടി. ഇവിടെ 28.89. ചിക്കൻ റോള്, ബീഫ് റോള്, എഗ് പപ്സ്. 4 ഐറ്റം ഉണ്ട്, പക്ഷെ ചെറിയതാണ്. ചിക്കൻ റോള്, ബീഫ് റോള് എല്ലാം. നമ്മൾ പിക്കപ്പ് കൊടുത്ത് സാധനം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന സോൺ കലൂരാണ് കേട്ടോ. എറണാകുളത്ത് ഒരുപാട് സോണുണ്ട്. എറണാകുളം സിറ്റി തന്നെ ഒരുപാട് ഒരുപാട് സോണുണ്ട്. അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് കലൂർ സോണാണ്. എല്ലായിടത്തും നമ്മളിപ്പോൾ കലൂർ എടുത്താൽ തന്നെ കലൂരിൽ തന്നെ അല്ല ഓർഡർ അടിക്കും. നമ്മൾ കലൂരിൻ്റെ വെളിയിൽ പോയി തന്നെ അവിടുന്ന് ഓർഡർ അടിക്കും. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ വെളിയിൽ പോയാലും സോണിൻ്റെ വെളിയിൽ പോയാലും നമുക്ക് ഓർഡർ കിട്ടും. ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. ഇവിടുന്ന് 210 മീറ്ററേ ഉള്ളൂ. ഫ്ലാറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ ഫ്ലാറ്റ് നമുക്കൊരു 10 ഓർഡർ കിട്ടി കഴിഞ്ഞാൽ ഒരു 3-4 ഓർഡറുകളും ഫ്ലാറ്റിലേക്കുള്ള ഓർഡർ ആയിരിക്കും. നമ്മളെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം കൊടുക്കണം. നല്ല ഡിലേ ആയിരിക്കും. മിക്കുള്ളിടത്തും മേളിൽ കൊടുക്കണം. ഇതായിരിക്കും ഫ്ലാറ്റ് കേട്ടോ. ഇത് തന്നെ ഫ്ലാറ്റ് നമ്മൾ മേളിൽ കൊടുക്കണം. കൊല്ലത്തൊക്കെ ആണെങ്കിൽ 1-2 ഫ്ലാറ്റിൽ കൊടുത്താൽ മതി. ബാക്കിയൊക്കെ സെക്യൂരിറ്റിയുടെ അവിടെയാണ്. ഇവിടെ ഇനി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ഓർഡർ ഡെലിവറി ചെയ്ത് 11 ഇവിടെ നമ്മളെ പേര്, ഫോൺ നമ്പറൊക്കെ എഴുതി വേണം കേട്ടോ. അങ്ങനെ ഫ്ലാറ്റ് കിട്ടി കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഡിലേ ആവും. ഇവിടെ കൂടുതൽ ഫ്ലാറ്റാണ്. താക്കോല ഇവിടെ. ഓക്കെ, നമ്മൾ അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 11-14
11:16 തന്നെ. 14 നമ്മൾ ഫസ്റ്റത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് 16 അടുത്ത ഓർഡർ അടിച്ച്. ഇത് നമുക്ക് 42 രൂപയുടെ ഓർഡറാണ്. ഇവിടുന്ന് 3 കിലോമീറ്റർ പോയി എടുക്കാനുണ്ട് കേട്ടോ. നമ്മൾ രണ്ടാമത്തെ ഓർഡർ എടുക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലുലു മാൾ, കൊച്ചിയിലെ ഇടപ്പള്ളിയിലുള്ള ലുലു മാളിലാണ്. ഇവിടെ നല്ല കേട്ടോ ഓർഡർ അടിച്ച്. ഇവിടുന്ന് ഇതുവരെ അടിച്ചിട്ടില്ല, അടിക്കല്ലേ എന്നാണ് പ്രാർത്ഥന. കയറി ഫുഡൊക്കെ എടുത്ത് ഇനി വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു പരുവാകും. അപ്പോൾ നമുക്ക് പാരഗണിൽ നിന്നാണോ ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ പേര് ശ്രദ്ധിച്ചു. അങ്ങനെ പാരഗണിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ബീഫ് പൊതിച്ചോറാണ് കേട്ടോ. ഇത് ഫ്ലാറ്റിലേക്കാണ് കേട്ടോ. നമ്മളെ കൊച്ചിയിലെ സ്വന്തം സ്റ്റേഡിയം, അല്ല കേരളത്തിൻ്റെ സ്വന്തം സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. നമ്മൾ രണ്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിറച്ച് ഫ്ലാറ്റ്, ഇവിടെ ഏതോ ഫ്ലാറ്റിലാണ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫ്ലാറ്റ് 10 ഓർഡർ കിട്ടിയ ഒരു 4-5 ഓർഡറുകൾ ഫുള്ള് ഫ്ലാറ്റിലേക്കായിരിക്കും. ഇവിടെ സെക്യൂരിറ്റിയുടെ അടുത്ത് ഇവിടെ എല്ലാം കൊണ്ടു കൊടുക്കണം കേട്ടോ. അതാണ് ഏത് ഫ്ലാറ്റാണ് നോക്കട്ടെ. സ്കൈലൈൻ ഇമ്പീരിയൽ ഗാർഡൻസ്. സ്കൈലൈൻ ഇമ്പീരിയൽ. ആ, ഇത് മൊത്തം ഇനി നടന്നു പോയി കൊടുക്കണം. അതാണ് ഇതിലേത് ഫ്ലാറ്റാണ് മൊത്തം ഇനി നടക്കുമെന്ന്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഓർഡർ കൊടുത്തത് ഫ്ലാറ്റിലാണെന്ന്. 11B ആണ്, 12B അല്ലായിരുന്നു കേട്ടോ. CID മ്യൂസിയം ഐരിസ്റ്റേഷൻ കയറിയ 12B അല്ലായിരുന്നു, സ്കൈലൈൻ തന്നെയാണ് കേട്ടോ. ഇവിടെയാണ് നിവിൻപോളിയൊക്കെ താമസിക്കുന്നത് കേട്ടോ. നിവിൻപോളിയുടെ ഒക്കെ ഫ്ലാറ്റ് ഇതിനകത്താണ് എന്നിവിടെ ഒരാൾ പറയുന്നത് കേട്ട്. ഞാൻ കണ്ടൊന്നുമില്ല. അപ്പോൾ നിവിൻപോളിയുടെ ഫ്ലാറ്റിൽ നമ്മൾ ഓർഡർ എടുക്കാൻ വന്ന് നമുക്ക് അടുത്ത ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം കേട്ടോ. ഫ്ലാറ്റിൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ കയറണം, അഡ്രസ്സ് എഴുതി കൊടുക്കണം, ഫോട്ടോ എടുക്കണം, നമ്മൾ കൊണ്ടു കൊടുക്കണം. ഇത് എന്ത് നടന്നിട്ടാണ് ഫ്ലാറ്റിൽ എത്തിയെന്ന്. ഏകദേശം 15 മിനിറ്റ് അടുത്ത് ഇവിടെ എത്തിയിട്ട് ഡെലിവറി ചെയ്യാൻ. ഫ്രണ്ട്സ്, നമ്മൾ മൂന്നാമത്തെ ഓർഡർ എടുക്കാൻ പോവാണ്. ഓർഡർ എടുക്കണമെങ്കിൽ അപ്പുറത്താണ് ഹോട്ടൽ. ഇത് അപ്പുറത്ത്, ഇത് NH 66 കേട്ടോ. ഓർഡർ എടുക്കണമെങ്കിൽ ഇതേ കറങ്ങി ഇപ്പുറത്തെ റോഡിൽ വരണം. ഇനി ഈ റോഡിൽ കൂടെ കറങ്ങി അവിടെ ചെന്നിട്ട് ഇപ്പുറത്തെ സർവീസ് റോഡിൽ ഇറങ്ങണം. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മളൊരു ഓർഡർ എടുക്കാൻ തന്നെ ഹോട്ടൽ തൊട്ടടുത്ത് ആണെങ്കിൽ പോലും തന്നെ മിനിറ്റുകൾ എടുക്കും ഹോട്ടലിലെത്താൻ. ട്രാഫിക് ബ്ലോക്കും അതിൻ്റെ ഇടയിൽ. ഈ സർവീസ് റോഡിൽ കയറി ഇനി അങ്ങോട്ട് പോകാം. മൂന്നാമത്തെ ഓർഡറുമായിട്ട് വൈറ്റിലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഗൂഗിൾ മാപ്പിൽ ഇത് എന്തോ കാണിച്ചേക്കുന്നത്, ഇതുവഴി പോട്ടെ.
ഇതിലേ പോയിട്ട് പിന്നെ ഇടത്തോട്ട് പോയിട്ട് പിന്നെ വലത്തോട്ട് തിരിഞ്ഞ്. ഓ മൈ ഗോഡ്, സ്ട്രൈറ്റ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തിരിക്കുകയാണ് കേട്ടോ. 12:39 ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 5 കിലോമീറ്റർ യാത്ര അരമണിക്കൂറിൻ്റെ മേടെ എടുത്ത്. ടോട്ടൽ 8 കിലോമീറ്റർ, 3 കിലോമീറ്റർ ഹോട്ടലിലേക്കുള്ള ദൂരം ഉണ്ടായിരുന്നു. ഇതിന് 60 രൂപ, 59.6. 12:41 നമുക്ക് നാലാമത്തെ ഓർഡർ അടിച്ചു. നാലാമത്തെ ഓർഡർ അല്ലേ, 3 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് 136 രൂപയാണ് കിട്ടിയത്. 20 രൂപ അല്ലാതെ ടിപ്പ് നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. നാലാമത്തെ ഓർഡർ എടുക്കാൻ വന്നത് ദേവകീയം കൂട്ടുശാല. ഒരു പുതിയതായിട്ട് തുടങ്ങിയതാണ് അവിടെ തന്നെ, പെയിൻ്റൊക്കെ അടിച്ച് വരുന്ന ഏരിയ. ഫുഡ് ഓൾറെഡി റെഡിയാണ്. പുതിയ തുടങ്ങിയാണ്, 15-14. സദ്യയാണ്, സദ്യ, ഫുൾ സദ്യ. കൊള്ളാം, പുതിയതായിട്ട് തുടങ്ങിയാണ്. ഇത് കാക്കനാടാണ്. ഓ, ഇവിടുന്ന് കാക്കനാട് കിലോമീറ്റർ, 6.5 കിലോമീറ്റർ. ഞാൻ പണ്ട് കാക്കനാട് വർക്ക് ചെയ്തിട്ടുണ്ട്, സെസ്സിൽ. കടവന്തരയാണ് കേട്ടോ ഈ ഹോട്ടല്. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ കാക്കനാടൊക്കെ പോവാം. മഴക്കോളുണ്ട് കേട്ടോ, അപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷം. രാവിലെ തൊട്ടേ ഇങ്ങനെ തന്നെയാണ്. സമയം ഇപ്പോൾ 1 മണിയാകാറായി, ഇപ്പോഴും ഇങ്ങനത്തെ അന്തരീക്ഷം. നമുക്ക് വർക്ക് കയറിയതാണ് അടിപൊളി. ബ്ലോക്കാണ്, 200-300 മീറ്റർ ഇടവിട്ട് എപ്പോഴും സിഗ്നലും ബ്ലോക്കാണ് കേട്ടോ. അതാണ് നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ പോകുന്നത്. അതുകൊണ്ട് 1 വരെ ബ്ലോക്കാണ്. ഈ സ്ഥലപ്പേരൊന്നും കാണാൻ വൈറ്റില്ല. യെസ്, നമ്മൾ വൈറ്റിലില്ല തിരികെയാണ്. ഇവിടുന്നാണ് തിരിയേണ്ടത്. ഇവിടുന്നാണോ? ഇവിടുന്നാണ് തിരികെ ഇടത്തോട്ട് പോകേണ്ടത്. ഫുട്പാത്തിലൂടെ കയറി പോകും. മോശമാണ് കേട്ടോ. നിങ്ങൾ ഭയങ്കര എന്താ രാജാവ്. ഫുട്പാത്തിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്ത് ആരെച്ച് കഷ്ടമാണ് കേട്ടോ. അവിടെ പച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കടയിലൊക്കെ കയറുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ഈ കടയിൽ കയറണമെങ്കിൽ വാഹനങ്ങൾ 5-10 കിലോമീറ്റർ പോകണം. അപ്പോഴത്തേക്ക് വേറെ കട കിട്ടും. ഇവിടെ എങ്ങും പാർക്ക് ചെയ്യാൻ പറ്റും. അതാണ് കൊച്ചിയുടെ ഒരു കൊച്ചു പ്രശ്നം. കൊച്ചു പ്രശ്നമല്ല കേട്ടോ, വലിയ പ്രശ്നമാണ്. ഇതെങ്ങനെ അതിനകത്ത് കയറ്റിയിട്ട് അവിടുന്ന് റിവേഴ്സ് എടുത്തു വന്നതാണ്. വെറുതെ തെറ്റിദ്ധരിച്ചു. മഴ പെയ്യുമല്ലോ. വൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഞാൻ എങ്ങനെ വന്ന് മുമ്പ് അതിൻ്റെ അപ്പുറത്തൂടെ ആണല്ലോ പോയത്. എനിക്കറിയാൻ വയ്യേ. ഇവിടെ
നമുക്ക് ഇടത്തോട്ട് തിരിയണം. നമുക്ക് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് വെച്ചാൽ 4 കിലോമീറ്റർ ഇനി കിടക്കും. ഈ വണ്ടി അങ്ങോട്ട് നീങ്ങുന്നില്ല, അതാണ് പ്രശ്നം. ബ്ലോക്ക് മാത്രം പെട്ടിങ്ങനെ കിടക്കുകയാണ്. വൈറ്റിലാണ് കേട്ടോ. വിശാലമായ സ്ഥലം അല്ലേ. ഇതിൻ്റെ ഇടയിൽ പാർക്കിങ് കൊടുക്കാമായിരുന്നു അല്ലേ. എന്തോ ഒരു വണ്ടി പാർക്കിങ് ചെയ്താൽ 1:07 ആയിട്ടുണ്ട്. നമ്മൾ 4ാമത്തെ ട്രിപ്പ് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന 65 രൂപയാണ് കേട്ടോ. ഇത് ടോട്ടൽ 8 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ വന്നിട്ടുണ്ടേ. 53 രൂപ 53 രൂപയുടെ ഓട്ടോ ആണ്. 5 കിലോമീറ്ററാണ്. ബൃന്ദാവൻ മീൽസ് 3 ഉണ്ട്. 5302 സബ് അതിൻ്റെ കുടിവെള്ളമുണ്ട് കേട്ടോ. നല്ല കുടിവെള്ളം. ഇതൊക്കെ വളരെ വളരെ നല്ല കാര്യമാണ്. ഡെലിവറി ബോയ്സിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇത് ഓൺലൈൻ ഡെലിവറി കൗണ്ടറാണ്, അവർക്ക് വേണ്ടി കൊടുക്കുന്നതല്ല. സുപ്രീം ബേക്കറി, നമ്മൾ കൊല്ലത്തിൻ്റെ സ്വന്തം സുപ്രീം ബേക്കറി നാളത്തെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വലിയ വണ്ടി ലെഫ്റ്റിൽ പിടിച്ചാണ് പോകുന്നത് കേട്ടോ. വേറെ ചെക്കിങ് ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ വലിയ വണ്ടി ലെഫ്റ്റ് പിടിച്ച് പോകുന്ന കാണാറില്ല അവിടെ. ഇതും ഫ്ലാറ്റിലേക്കാണ് കേട്ടോ. നമ്മൾ 5ാമത്തെ ഓർഡറിൽ 3 ഫ്ലാറ്റ്. ഞാൻ പറഞ്ഞില്ലേ, കൂടുതലും ഫ്ലാറ്റിലേക്കാണ് ഓർഡർ ഇടുന്നത്. ലിഫ്റ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ലിഫ്റ്റ് അങ്ങനെ ഇല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഒരുപാട് വരും. വീണ്ടും വൈറ്റിലയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ദിവസം വൈറ്റിലയിൽ തന്നെ കിടന്ന് കറങ്ങുന്നതാണ് കേട്ടോ. മെട്രോ പോകുന്നു. ഹായ് മെട്രോ. ഓ, വേറെ ലുക്കല്ലേ മെട്രോ പോകുന്നു. ഇവിടെ ദൂരെ സ്ഥലം വെറുതെ കിടക്കുമല്ലേ. ഇവിടുന്ന് 2.5 കിലോമീറ്റർ ഉണ്ട്. ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. ഫുള്ള് ഗൂഗിൾ മാപ്പിൻ്റെ ആശ്രയമാണ് ഇവിടെ, അല്ലാതെ ഒരു പഠിത്തവും കിട്ടുന്നില്ല കേട്ടോ. നമ്മളൊരു വലിയൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. പ്ലാൻ സക്സസ് ആയ അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻ്റർലോക്ക് ഇട്ട റോഡുകൾ കൊച്ചിയിലാണ്. ഫുള്ള് മിക്കുള്ള സ്ഥലങ്ങൾ ഇൻ്റർലോക്ക് വഴി ഉള്ള റോഡുകളാണ് കേട്ടോ. ചെറിയ ചെറിയ റോഡ് മൊത്തം കണ്ട എല്ലാം ഇൻ്റർലോക്ക്. മെയിൻ്റെനൻസ് കുറവായത് കൊണ്ടായിരിക്കും. നമ്മൾ വൈറ്റിൽ ഹബ്ബിലെത്തി. കുയികാലോ ഇവിടെ വെച്ചാൽ മതിയാ. OTP ഒന്നും ഇല്ല. ഇല്ല ഇല്ല. ഫോൺ നമ്പരാ 89 43 3 73 27 67.
നേരെ അറ്റത്തേക്കല്ല. ബൈക്ക് എവിടെ വയ്ക്കാം? അറ്റത്തേക്കല്ല, റൈറ്റിലേക്ക് ഇരിക്കുക. അപ്പുറത്ത് ബൈക്ക് വെക്കാം. ഇപ്പുറത്തെ എൻട്രൻസ് ഉണ്ട് കേട്ടോ. ചിലയിടത്ത് അറിയാം ബൈക്ക് അവിടെ വയ്ക്കണോ, ചിലപ്പം ചില ഫ്ലാറ്റ് പറയും ബൈക്ക് കയറ്റാൻ പറ്റില്ല, വെളിയിൽ വെക്കണം. നമ്മൾ കഴിഞ്ഞ ഫ്ലാറ്റ് വെളി വെച്ചില്ല, അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. പക്ഷെ അന്നേരം ഇനി വാഴയിലയും കൊണ്ട് കയറണമല്ലോ. ക്യാഷ് ഓൺ ഡെലിവറിയാണ് കേട്ടോ. 1:40 നമ്മൾ 4ാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തിട്ടേ ഉള്ളൂ. ഭയങ്കര ഡിലേ ആണ് കേട്ടോ നമുക്ക് ഓർഡർ ഡെലിവറി ചെയ്യാൻ. അല്ല 5ാമത്തെ ഓർഡറാണ് കേട്ടോ. നമുക്ക് കിട്ടിയിരിക്കുന്നത് 263 രൂപയാണ് 5 ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക്. തൊണ്ണൂറ്റിയാല് 98 അങ്ങനെ തെറ്റിയിട്ടുണ്ട്. അവർ മാറിയെടുത്ത്. അപ്പോൾ നമ്മളിത് 6ാമത്തെ ഓർഡറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്യാമറ അത് യൂട്യൂബിൽ വീഡിയോ. അതെ, നമ്മൾ 6ാമത്തെ ഓർഡർ ഡെലിവറി ചെയ്ത ഉടനെ തന്നെ നമുക്ക് 7ാമത്തെ ഓർഡർ ഇട്ടിട്ടുണ്ട്. പടിപ്പുര എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ്. നമുക്ക് നേരെ മാപ്പിട്ട് പോകാം. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞത് എവിടെ നിന്നാലും ഓർഡർ അടിക്കുന്നുണ്ട്. ഇത്ര 2-3 ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാനും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാം, കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അറിയാം ഇങ്ങനെ തന്നെയാണോ. പടിപ്പുരയിലെത്തി, ഓർഡർ റെഡി ആയിട്ടില്ല. ഫ്ലാറ്റ് D, 2nd ഫ്ലോർ. ഇതും ഫ്ലാറ്റാണ്. 7ാമത്തെ ഓർഡറുമായിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ കൊച്ചി മെട്രോയുടെ phase 2 ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിങ്ക് ലൈൻ. ഇത് കാക്കനാട് വരെ, ഇൻഫോ പാർക്ക് വരെ നീളുന്നതാണ്. അതും കൂടെ ആകുമ്പോൾ വേറെ ലെവലാവും കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കേട്ടോ. കാരണം ഇൻഫോ പാർക്ക് അവിടെ സെസ് അങ്ങനെ ഒരുപാട് പേര് ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങോട്ട് മെട്രോ നീട്ടിയ മെട്രോ എപ്പോഴും ഫുള്ളായിരിക്കും. മെട്രോ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ തന്നെ മെട്രോ നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി നേരത്തെ തുടങ്ങണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ phase 2 നമ്മളങ്ങനെ 7ാമത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് 2:53 7 ഓർഡർ. സമയം ഇപ്പം 4:57, 5 മണി ആയിട്ടുണ്ട് കേട്ടോ. 10ാമത്തെ ഓർഡർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് ഫ്ലാറ്റിലായിരുന്നു കേട്ടോ. നമ്മൾ 10 ഓർഡറിൽ 7, 8, 6 ഫ്ലാറ്റിലേക്കായിരുന്നു ഡെലിവറി ചെയ്തിരുന്നത്. ഫുള്ള് ഫ്ലാറ്റിലേക്കാണ്. ലിഫ്റ്റ് ഇല്ലാത്ത ഫ്ലാറ്റിൽ പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറി പണ്ടാടങ്ങി. ഇത് കാക്കനാട് ചിറ്റേത്ത് വരെയാണ് കേട്ടോ. ഇവിടെ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 2010, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010 ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ബിസിനസ്സിനകത്ത്.
ആദ്യം താമസിച്ച റൂം ഇതിലേക്കായിരുന്നു, ഒരു വീടായിരുന്നു, അതിൽ കയറി പോകണമായിരുന്നു. അന്ന് ഇതേപോലെ കുറേ ഹോട്ടലുണ്ടായിരുന്നു. അന്ന് ഊണ് 12 രൂപയായിരുന്നു. ഇവിടെ നിറച്ച് ഇതേപോലെ ചെറിയ ചെറിയ തട്ടുകടകളുണ്ടായിരുന്നു. ഒട്ടും കൊള്ളാത്ത പ്രശ്നമാണ്. പിന്നെ അന്ന് വയറ്റിളക്കം പിടിക്കുന്ന. പിന്നെ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, കേന്ദ്രഭവൻ എന്നൊക്കെ പറഞ്ഞു, ഇപ്പോഴുണ്ട് അന്ന്. അവിടെ അടിപൊളി ഫുഡ് കിട്ടുമായിരുന്നു. അവിടെയും 12 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒക്കെ മെട്രോയുടെ പണി നടക്കുകയാണ്. മെട്രോ കുറച്ചും കൂടെ നേരത്തെ വരണമായിരുന്നു ഇവിടെ. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി പണി നേരത്തെ നടത്തുക, അതാണ്. പണികൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇതിനകത്തോട്ടാണ് കയറി പോകേണ്ടത്. കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ. പക്ഷെ നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല, പാസ് വേണം. പാസ്സുള്ളവർക്ക് മാത്രമേ അകത്ത് കയറ്റാൻ പറ്റൂ. ഇതിനകത്ത് ഒരുപാട് കമ്പനികളുണ്ട് കേട്ടോ, ഒരുപാട് ദിവസം ഒരുപാട്. അതിനകത്ത് നെസ്റ്റ് നെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഇത് മുത്തൂറ്റിൻ്റെ IT പാർക്കാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫ്ലാറ്റുകൾ വന്നു. ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് വരുന്നത്, വർഷങ്ങൾക്ക് ശേഷം. ഇതൊക്കെ പിന്നീട് വന്നതാണ്. ഇവിടെ ഈച്ചമുക്ക് എന്നല്ലേ അതിൻ്റെ പേര്. അന്ന് കറക്റ്റ് ആ പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ ഈച്ചകളായിരുന്നു ഇവിടെ മൊത്തം. ഭയങ്കര ഈച്ച. ഈ സ്ഥലമാണ് ഈച്ച. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇവിടെ പേര്. അപ്പോൾ ഈച്ചയൊക്കെ മാറിയപ്പം പേര് മാറ്റി കാണുക. ഇവിടെ പേര് കാണുന്നില്ല കേട്ടോ, അന്നേരം മാറ്റി. ഈച്ചമുക്കും തന്നെയാണ്. ഇപ്പോൾ ഈച്ച ഉണ്ടാകുന്നു. പണ്ട് ആ പേരിന് കറക്റ്റ് പോലെയായിരുന്നു, ഫുള്ള് ഈച്ചകളായിരുന്നു. നമ്മൾ 11ാമത്തെ ഓർഡർ ഡെലിവറി ചെയ്ത്, അപ്പോൾ തന്നെ 12ാമത്തെ ഓർഡർ അടിച്ചു. അതിൽ നമുക്ക് 50 രൂപ ടിപ്പ് വന്നിട്ടുണ്ട്. താങ്ക് യു ഫാത്തിമ CK. നമുക്ക് അടിച്ചിരിക്കുന്നത് ബൃന്ദാവൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലെ ആണ് അടിച്ചിരിക്കുന്നത്. ഇതാണ് പാലാരിവട്ടം ഫ്ലൈ ഓവർ. പ്രസിദ്ധി നേടിയ പാലാരിവട്ടം ഫ്ലൈ ഓവറാണ്. അതിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വിലക്കുറവുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ബലപ്പെടുത്തുകയും ചെയ്ത അതാണ് പാലാരിവട്ടം ഫ്ലൈ ഓവർ. 13ാമത്തെ ഓർഡർ നമുക്ക് അടിച്ചു. നമ്മളിപ്പോൾ ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് അടിച്ചു ചേട്ടാ. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ലുലുമാളിൽ നിന്ന് അടിക്കുന്നത് ഇവിടെ വന്നിട്ട്. വേണ്ടായിരുന്നു. ഇത് എങ്ങനെ ലുലുമാളിൽ കയറി എടുക്കുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ കൊച്ചിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുന്ന് ലുലുമാളിൽ നിന്ന് ഓർഡർ അടിക്കുന്നത്. ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ ബൈക്ക് വെച്ചിട്ട് കയറി പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എല്ലാവരും ബൈക്ക് ഇവിടെ വെച്ചിരിക്കുന്നു. പക്ഷെ നമുക്ക് ആരുടെ അടുത്തെങ്കിലും ചോദിച്ചു നോക്കാം. അതല്ലേ ഇതിൻ്റെ ഒരു ബ്യൂട്ടി. അവിടെ സ്ഥലമുണ്ട്. ബ്രോ ഇവിടെയാണോ വെച്ചിട്ട് അകത്ത് വരുന്നത് വണ്ടി? അല്ല ഹൈപ്പറിലല്ല, അല്ലാത്ത ഹൈപ്പറിലാണെങ്കിൽ നമുക്ക് അകത്ത് കയറ്റാവോ? പ്രത്യേക സ്ഥലമുണ്ടോ? പ്രത്യേക സ്ഥലമുണ്ടോ? ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് അടിച്ചാലേ അവിടെ തന്നെയാണോ എടുക്കാൻ പറ്റുന്നത്? ഓക്കെ, താങ്ക് യു ബ്രോ. ബൈക്കൊക്കെ ഇപ്പോഴങ്ങനെ എടുക്കുമല്ലോ. ഇത് 3rd floor പാസ്റ്റ ബൈ പിസ്സ ഹട്ട്. കാലിന്നലെ ഉളുക്കി കേട്ടാ. കാലിൻ്റെ ലെഗ്മെൻറ്റിന് എന്തോ സംതിങ്. നമുക്ക് അകത്ത് കയറി എടുക്കാം.
ഓർഡർ അടിച്ചുള്ള കുഴപ്പം. അയ്യോ, നീ അവിടെ എത്തണ്ടേ? ഇവിടെ തോടുണ്ടായിരുന്നു. ചമ്മോ, എന്തൊരു നാറ്റം. നടന്ന് പണ്ടാരടങ്ങുമല്ലോ. കറക്റ്റ് പീക്ക് ടൈമിൽ തന്നെ അടിച്ച് ഇവിടെ ഇട്ട് തന്നെ ആലോചിച്ച് നോക്കും. നമുക്ക് മൾട്ടി ഓർഡർ അടിച്ചു കേട്ടോ ഇവിടെ വന്നപ്പോൾ. ഹോട്ടല് തപ്പി തപ്പി പണ്ടാരടായി. ഇവിടെയാണെന്ന് പറഞ്ഞു. നോക്കട്ടെ. ബാർബിക്യൂ നാഷണലിൻ്റെ അപ്പുറം. ഞാൻ മൾട്ടി ഓർഡറിൻ്റെ ഒരെണ്ണം ട്രാൻസ്ഫർ ചെയ്തു കേട്ടോ. ഞാൻ റെസ്റ്റോറൻറ്റ് തപ്പി തപ്പി പോരെ വന്നു. റെസ്റ്റോറൻറ്റ് കാണുന്നില്ല. ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ റെസ്റ്റോറൻറ്റ് അറിയാൻ. റെസ്റ്റോറൻറ്റിനെ വിളിച്ചപ്പോൾ അവിടെ എടുക്കുന്നുമില്ല. അവസാനം ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് പോയി. വേറെ ആരോ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. വേറെ ആരും അതേപോലെ ട്രാൻസ്ഫർ ചെയ്ത് റെസ്റ്റോറൻറ്റ് തപ്പി തപ്പി ഇപ്പോൾ ഇവിടെ സ്റ്റാഫിന് വെച്ചിട്ട് ആർക്ക് സഫർ ബിരിയാണി എവിടെയാണ് അവരെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അവസാനം ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. എൻ്റെ പൊന്നു, 6:51. എത്ര മണിക്കാണ് ഓർഡർ അടിച്ചത്? 6:04, 6:20 ഓർഡർ അടിച്ചത്. ഓ, വെറുതെ അല്ല. ഗോലുമാലിൻ്റെ അടുത്തത് ആൾക്കാർ ഓടുന്നു. പെട്ടു ഏട്ടാ. ആ മൾട്ടി ഓർഡർ ഉണ്ടല്ലോ വേറെ ആരോ, ആ മൾട്ടി ഓർഡർ ഉണ്ടല്ലോ വേറെ ആരോ എന്തോ ചെയ്തിട്ട് തപ്പിപ്പിടിച്ചിട്ട് റെസ്റ്റോറൻറ്റ് കാണാത്തത് കൊണ്ട് കളഞ്ഞിട്ട് പോയതാണ്. ഞാനവിടെ ചോദിക്കാൻ ഇനി ഒരാളും ഇല്ല. മറ്റു കടക്കാരോട് കടക്കാരോട് ചോദിച്ചാൽ പറഞ്ഞാൽ അങ്ങോട്ട് പോയി ചോദിക്കും. അങ്ങനെ അവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ച് അവരും പറഞ്ഞു ഞാൻ കടയിൽ വിളിച്ച് ഫോൺ എടുക്കുന്നു. ഞാൻ പിന്നെ ട്രാൻസ്ഫർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ആ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറയാം 38 മിനിറ്റ് ലേറ്റാന്ന്. എനിക്ക് അപ്പോഴും അങ്ങോട്ട് ഓർഡർ കിട്ടിയത് കണ്ടു. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇടും. ഇനി അവ എങ്ങനെ ഇടുമെന്ന് അറിയണമല്ലോ. അടിപൊളി ട്രാഫിക് ബ്ലോക്കാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇടപ്പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട്. ലുലുമാളിയിലല്ല. ഓ, ആശ്വാസം ആശ്വാസം. ലുലുമാളിലെ ഹൈപ്പർ മാർക്കറ്റിൽ അടിച്ചെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കേട്ടില്ലേ, അതേപോലെ നമുക്ക് അകത്ത് കയറി പോയിട്ട് എൻ്റെ പൊന്നോ, വാട്ടേ ബ്ലോക്ക്. നമ്മളിപ്പം 14ാമത്തെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടുത്തെ ഇൻസെൻറ്റീവിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 4 ഇൻസെൻറ്റീവ് ഉണ്ട് ഒരു ദിവസം. കൊല്ലത്തൊക്കെ ഇപ്പം മുമ്പ് 3 ആയിരുന്നു, ഇപ്പോൾ 2 ആക്കി. ഇവിടെ 4 ഇൻസെൻറ്റീവ്, അതായത് 8 ഓർഡറും 4 ഗിഗും കംപ്ലീറ്റ് ചെയ്താൽ 100 രൂപ കിട്ടും. 12 ഓർഡറും 6 ഗിഗും പിന്നെ കംപ്ലീറ്റ് ചെയ്താൽ 150 കിട്ടും. പിന്നെ 300 കിട്ടണമെങ്കിൽ 15 ഓർഡറും 8 ഗിഗും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ 350 കിട്ടണമെങ്കിൽ 20 ഓർഡറും 10 ഗിഗും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കിട്ടുന്ന ഓർഡർ. കൊല്ലത്ത് ഇതേപോലെ ഇൻസെൻറ്റീവ് 350 ആവും കേട്ടോ. കൊല്ലത്തുള്ളവർ സന്തോഷിക്കേണ്ട, അവിടെ വെച്ച് കൂടുതലാണ്. അവിടെ 350 ആക്കും. എന്നിട്ട് 20 ഓർഡറും ആക്കും. പിന്നെ എനിക്കിപ്പം ടോട്ടൽ ഇൻസെൻറ്റീവ് സഹിതം എനിക്കിപ്പോൾ
ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 13 ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 669, അതിൽ 150 രൂപ ഇൻസെൻറ്റീവാണ്. അറുപത്താറ് 15ാമത്തെ ഓർഡർ അടിച്ചത് ഒബ്രോ മാളിലാണ് കേട്ടോ. ലുലു വരുന്നതിനൊക്കെ മുമ്പ് കൊച്ചിയിലെ ഏറ്റവും വലിയ മാൾ, ഏറ്റവും ഫേമസ് ആയ മാൾ. ആ മാളിലെ KFCയിലാണ് അടിച്ചത്. ബുധനാഴ്ചയാണ്, വെനസ്ഡേ ഓഫർ ഉള്ള ദിവസമാണ്. സെക്കൻഡ് ലെഫ്റ്റിൽ മുന്നോട്ട് പോകുമ്പോൾ സ്റ്റാഫ് എൻട്രി ഉണ്ട്. ജസ്റ്റ് ബിസി. ഒമ്പത് 58 കേട്ടോ. 10 മണിയായി. നമുക്ക് 20ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഫുള്ള് ഇൻസെൻറ്റീവിൻ്റെ ഓർഡർ എടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ 20ാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഫുൾ ഇൻസെൻറ്റീവ്. കൊല്ലത്തായിരുന്നെങ്കിൽ 18 അടിച്ചാൽ മതിയായിരുന്നു, ഫുൾ ഇൻസെൻറ്റീവ് കിട്ടും. 400 സംതിങ് കിട്ടിയാൽ ഇവിടെ 20 അടിക്കണം. ഈ ട്രിപ്പിന് 71 രൂപ കിട്ടിയിട്ടുണ്ട്. 10 കിലോമീറ്ററിൻ്റെ 71 രൂപ കിട്ടിയത്. 10 മണിക്ക് മുമ്പ് അടിച്ചതാണല്ലോ. ഓക്കെ, ഫുൾ ഇൻസെൻറ്റീവ് അറിയണമെങ്കിൽ 11 മണി കഴിയണം. അപ്പോൾ 1094 രൂപ. കൊല്ലമാണ്, എറണാകുളമാണ് സൊമാറ്റോയുടെ ബെറ്റർ എന്ന് നമുക്ക് കുറച്ച് ദിവസം കൂടെ ഓടിയതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. മറ്റ് ജില്ലയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന് പണി ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ അല്ല, ഇനി കുറച്ച് ദിവസം കൂടെ ഓടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എപ്പോഴും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും കൊല്ലമല്ല എറണാകുളം ബെറ്റർ ആണോ, സൊമാറ്റോ ഓടാൻ ബെറ്റർ ആണോ എന്നുള്ളത്. നമ്മൾ കുറച്ച് ദിവസം കൂടെ ഓടിയതിന് ശേഷം അല്ലേ നമുക്ക് പറയാൻ പറ്റും. പെട്ടെന്ന് പറയാക്കൂലല്ലോ. അത് നമ്മളെ ലാസ്റ്റ് ഓർഡർ, 20ാമത്തെ ഓർഡർ കഴിഞ്ഞ് പിന്നെ ഒരു ഓർഡർ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ ഹോം എടുത്തപ്പോൾ കറക്റ്റ് നമ്മളിപ്പോൾ കലൂർ സോണിൻ്റെ വെളിയിലാണ്. ഇവിടെ ആയിരുന്നു, മറൈൻ ഡ്രൈവിൻ്റെ അടുത്തായിരുന്നു. കറക്റ്റ് നമുക്ക് കലൂരിലേക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 21ാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഇനി ഓഫ്ലൈനിലാക്കാൻ പോവുകയാണ്. ഓക്കെ, ടോട്ടൽ എത്ര കിട്ടിയെന്ന് 11 മണിക്ക് ശേഷം കഴിഞ്ഞാൽ അറിയാൻ പറ്റൂ. നേരെ റൂമിലേക്ക് വിടുവാണ്. റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പോഴത്തേക്ക് ടോട്ടൽ എത്ര ആയെന്ന് അറിയാൻ പറ്റും. ഇപ്പം 1136. ഇനി പിന്നെ ഫുള്ള് ടോട്ടൽ അറിയാൻ എന്താ, ഇനി ഒരു 50 രൂപയും കൂടെ കിട്ടും, അത്രേ ഉള്ളൂ. 1136, 1200 രൂപയാണ് അവിടെ വന്ന് കിട്ടിയിരിക്കുന്നത്. അത് 21 ഓർഡർ എടുത്ത്. ഇപ്പം കൊല്ലത്തും ഇതേപോലെ നമുക്ക് ഇത്രയും പൈസ തന്നെയാണ് കിട്ടുന്നത്.